ഈ കാണുന്നതെല്ലാം ഒറ്റ ആൽമരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? അതെ, 400 വർഷം പഴക്കമുള്ള ഒരു വലിയ ആൽമരമാണ് ഇവിടുത്തെ ദൊഡ്ഡ ആലാദ മരം. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആൽമരം. ശരിയാണ് കേട്ടോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആൽമരമാണിത്. ഈ ഒരു ഒറ്റ മരം 3 ഏക്കറിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങളെ. വർഷം 2000-ലാണ് ഈ മരത്തിന്റെ മെയിൻ റൂട്ട് നശിച്ചുപോയത്. പക്ഷെ അതിൽ നിന്ന് പടർന്ന് പന്തലിച്ച് ഇഷ്ടം പോലെ വേരുകൾ മണ്ണിലേക്ക് പിടിച്ചിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മെയിൻ്റനൻസ് ആണ്. ഒരു പാർക്ക് പോലെയാണ് ഈ ആൽമരത്തെ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ടും ഈ മരത്തിന്റെ ചുറ്റുപാടും സംരക്ഷിച്ചിട്ടുണ്ട്. സന്ദർശകർ മരത്തിനടുത്ത് പോവാതിരിക്കാനായിട്ട് ഫെൻസിങ്ങും അതുപോലെ പ്രത്യേക നടപ്പാതകളും ഉണ്ട്. അത് ശരിക്കും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നി. നമ്മുടെ കൊല്ലങ്കോടുള്ള ചിങ്ങഞ്ചിറയിലെ ആൽമരത്തെ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ എത്ര ഭംഗിയായിരിക്കും. ഈ വഴി കടന്നു പോകുന്ന ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഈ ആൽമരത്തിൻ്റെത്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ചെറിയ കാട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ബാംഗ്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് കേദോഹള്ളി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെത്താം. മൈസൂർ റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് യാത്ര ചെയ്യണം. ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയായിട്ട് ഒരു ക്ഷേത്രവും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇടുമ്പോൾ ദൊഡ്ഡ ആലാദ മര എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. ബിഗ് ബാനിയൻ ട്രീ എന്നിട്ടാൽ വേറെ ലൊക്കേഷനിൽ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. 2020 കനത്ത മഴയിലും കാറ്റിലും മരത്തിന്റെ പല ഭാഗങ്ങൾ കടപുഴകി വീണിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വന്ന പോലെ ഒരിക്കലും മഴയത്ത് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക. പിന്നെ മരത്തിന്റെ ശാഖകളും മറ്റും യാത്രക്കാർക്ക് ശല്യമാവുന്നു എന്ന് പറഞ്ഞും കുറെ മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി മരത്തെ വളരാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇതിലും വലുപ്പത്തിൽ ചിലപ്പോൾ വളർന്നേനെ. ഈ മരത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ജീവികളും ഇവിടെയുണ്ട്. അത് കാണിക്കുന്ന ഒരു വലിയ ചിത്രം ഈ പാർക്കിന്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാം. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുരങ്ങന്മാർ ഇവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാതെ നോക്കുക. 2019 പരിസ്ഥിതി പ്രവർത്തകനായ AN യെല്ലപ്പ റെഡ്ഡിയാണ് ഈ വൃക്ഷത്തിന്റെ സംരക്ഷണം മുന്നോട്ട് വച്ചത്. തുടർന്ന് 2020 കർണാടക സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിനോദസഞ്ചാരികൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഇപ്പോഴും ലക്ഷ്യമില്ലാതെ പടർന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ അത്ഭുതമായ ബിഗ് ബാനിയൻ ട്രീയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മടങ്ങി.